റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജിന്റെയും നിർമ്മല കോളേജ് ബോട്ടണി വിഭാഗത്തിന്റെയും വടക്കൻ മാറാടി ഇട്ടുണ്ണാൻ പടവ് പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിൽ സസ്യശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥികൾക്കായി നെൽക്കൊയ്ത്ത് പ്രായോഗിക പരിശീലനവും എള്ള് കൃഷിയെക്കുറിച്ചുള്ള പഠനവും പാടശേഖര പരിസരത്ത് നടന്നു. ഇതിനോടനുബന്ധിച്ച് എള്ളിന്റെയും എള്ളെണ്ണയുടെയും ഔഷധ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ച് നൽകി. ആധുനിക കൃഷിരീതികൾ വരുന്നതിന് മുൻപ് കഠിനാധ്വാനത്തിലൂടെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കർഷകർ ചെയ്തുവന്ന പ്രയത്നത്തിന്റെ ഒരു നേരിയ നേർക്കാഴ്ചയായിരുന്നു അരിവാൾ കൊണ്ടുള്ള കൊയ്ത്തും കൈകൊണ്ട് കറ്റകെട്ടി തലച്ചുമടായി കൊണ്ടുവന്ന് കാലുകൊണ്ടും നിലത്ത് തല്ലിയുമുള്ള മെതിയും വെയിലത്തുണക്കലും എല്ലാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതെല്ലാം വേറിട്ട ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ഉന്മേഷയിലെത്തുന്ന ഭക്ഷണത്തിന് പിന്നിലുള്ള കർഷകരുടെ കഠിന പ്രയത്നത്തിന് അവർ അർഹിക്കുന്ന അംഗീകാരവും ആദരവും കൊടുക്കണമെന്ന് പരിപാടിക്ക് നേതൃത്വം നൽകിയ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോൺ സി മണിത്തോട്ടം പറഞ്ഞു. 40 വർഷം മുൻപ് വരെ ഇട്ടുണ്ണാൻ പാടശേഖരത്ത് വ്യാപകമായിരുന്ന എള്ളുകൃഷി ഇപ്പോൾ ഏതാണ്ട് അന്യം നിന്ന് പോയിരിക്കുകയാണ്. എള്ളുകൃഷിയുടെ പരിശീലനവും ഇതിനോടനുബന്ധിച്ച് പാടത്ത് നടന്നു. എള്ളും നെല്ലും ഇടവിട്ട് കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുമെന്ന് റിട്ടയർഡ് കൃഷി ഓഫീസർ സാജു കെ.സി. പറഞ്ഞു. എള്ളിന്റെയും എള്ളെണ്ണയുടെയും ഔഷധ പ്രാധാന്യം പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി കർഷകർ പങ്കുവച്ചു. ബിരുദ വിദ്യാർത്ഥികൾക്ക് ഹെർബേറിയം തയ്യാറാക്കാനുള്ള എള്ളുചെടികൾ കർഷകർ നിർമ്മല കോളേജിലെ ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ജീന ജോർജിന് കൈമാറി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.